ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഇതാ സമയം 5-5:30 ആകാറായി. അപ്പോൾ എന്താ പറയുക, നല്ലൊരു മഴയും തണുപ്പൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു വൈകുന്നേരം ചായക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ പഴം കുറച്ച് ഇരിപ്പുണ്ട് കേട്ടോ. നേന്ത്രപ്പഴം അല്ലാതെ പിള്ളേർ നെയ്യിലൊക്കെ വാട്ടിയിട്ട് കഴിക്കലാണ് പതിവ്. അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ, അന്നേരം ഇതെല്ലാം സ്പെഷ്യലാക്കി കൊടുക്കാം. എപ്പോഴും നമ്മൾ നീളത്തിൽ കട്ട് ചെയ്ത് പഴംപൊരിയെല്ലാം ഉണ്ടാക്കണം. ഇതൊരു കോയിൻ പഴംപൊരി എന്നൊക്കെ പറയാം. അത് ഞാനൊരു വീഡിയോയിൽ കണ്ടാട്ടാ, ഒരു റീൽസിൽ കണ്ടിട്ടുണ്ട് ഒരാൾ ഉണ്ടാക്കണത്. അപ്പോൾ ആവശ്യത്തിനധികം മൈദ എടുക്കുക, അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടുക, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക, കാരണം അതൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അതിനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ കലക്കിയെടുക്കണം കേട്ടോ. അത് മോളൂസാണ് ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ ആ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അവളെപ്പം പറയാം എന്തെങ്കിലും ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അവരും പഠിക്കട്ടെ. അങ്ങനെ ഞാനെല്ലാം സെറ്റാക്കി കൊടുത്തു. പഴം ഇതാ നമ്മുടെ കോയിൻ പോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് 1 രൂപ നാണയം പോലെയാണ് ഉദ്ദേശിച്ചത്, പക്ഷേ 20ൻ്റെ നാണയം ആയിപ്പോയി, കട്ടി കൂടിപ്പോയി. എന്നാലും സാരമില്ല. അപ്പോൾ അങ്ങനെ എല്ലാം കുഴച്ച് സെറ്റാക്കി നമ്മളിതാ എണ്ണയിലോട്ടിട്ട് ഓരോന്നായിട്ട് വറുത്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഒരു ചീനച്ചട്ടിയിൽ ഒരു 10-15 പിടിക്കും കേട്ടോ. ഒരുമിച്ച് നമുക്ക് ഫ്രൈ ചെയ്ത് എളുപ്പത്തിന് എടുക്കാൻ പറ്റും. മറ്റ് പഴംപൊരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 ഇടാൻ പറ്റും. എത്ര നേരം പഴം പൊരിക്കണം ദൈവമേ. അതുകൊണ്ട് തന്നെ ഇതൊരു പുതിയ ട്രിക്കാണ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം. പക്ഷേ ടേസ്റ്റും അടിപൊളിയായിട്ടാ. കഴിച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല ക്രിസ്പി ആയ, ഉള്ളിൽ നല്ല സോഫ്റ്റ്, ഒന്നും പറയേണ്ട. നല്ല ചൂട് ചായൻ്റെ കൂടെ ഇങ്ങനെ എത്ര എണ്ണം കഴിക്കുമെന്ന് പറയാൻ പറ്റില്ല. അത്ര ആ ചൂടോടുകൂടി എത്ര വേണമെങ്കിലും കഴിക്കാൻ പറ്റും. തണിഞ്ഞ് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, നല്ല സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അതിനിടയ്ക്ക് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക്. ചക്ക പിന്നെ എൻ്റെ ഒരു വീക്ക്നെസ് ആണെന്നല്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ആ ചക്കയും തിന്ന് നമ്മൾ ഏതൊരു ജോലി എടുക്കുമ്പോൾ നല്ല ഹാപ്പി ആയിട്ട് എടുക്കണം. അപ്പോഴേ നമുക്ക് ആ ജോലി എത്രത്തോളം എളുപ്പമാവുള്ളൂ. അതൊക്കെ പറയും, പക്ഷേ വല്ലപ്പോഴൊക്കെ സംഭവിക്കാറുള്ളൂ മാത്രം. അങ്ങനെ ഇതാ നമ്മളെ സംഭവങ്ങൾ ഇതാ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഫൈനലായിട്ടുണ്ടാവുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പുറത്തിപ്പുറത്തൊക്കെ ഭയങ്കര സൗണ്ടാണ്, ഡബ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. കാട്ടിലൊന്നും പോയിരിക്കാൻ കഴിയില്ല, മഴയാണ്. അപ്പോൾ നാളെ കാണാം. ടാറ്റാ, ബൈ ബൈ.